ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് റോളിംഗ് എന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനെ പഠിച്ചു നിർത്തി. ഈ വീഡിയോ റോളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ തന്നെ അതിനെപ്പറ്റി മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ റോളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മൾ എക്സാമിന് 2 ക്വസ്റ്റ്യൻസാണ് സാധാരണ ചോദിക്കുന്നത്. ഒന്ന്, എന്താണ് റോളിംഗ് എന്ന് 3-4 മാർക്സിന് ചോദിക്കും. അപ്പോൾ എന്നാൽ ഇങ്ങനെ ഒരു ഫിഗർ ലൈൻ ഡയഗ്രാം പോലെ വരച്ച് നിങ്ങൾക്കത് ചെറിയൊരു സിമ്പിളായിട്ടൊരു ഫിഗർ വരച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്താണ് റോളിംഗ് പ്രോസസ്സ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതല്ല എങ്കിൽ 10 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കാണിക്കും. ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോളിംഗ് എന്നോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോളിംഗ് മിൽസ് എന്നോ MILLS ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോളിംഗ് മിൽസ് എന്നോ ഒക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോളിംഗ് എന്ന ഒരു ക്വസ്റ്റ്യൻ 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അല്ലെങ്കിൽ വാട്ട് ഈസ് മീൻ ബൈ റോളിംഗ് എന്നൊരു 3 or 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഈ 2 ക്വസ്റ്റ്യന് സാധാരണ ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാറുള്ളൂ. ഇപ്പോൾ റോളിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫിഗർ കാണുന്നത് തന്നെ ഏകദേശം ഇതിൻ്റെ വർക്കിംഗ് എന്താണ് പ്രോസസ്സ് എന്ന് മനസ്സിലായി കാണും. റോളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് പീസിൻ്റെ തിക്നെസ് കുറയ്ക്കുന്ന പ്രോസസ്സിനെയാണ് നമുക്ക് റോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് വർക്ക് പീസ്. ഇതിൻ്റെ വർക്ക് പീസിൻ്റെ ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് 2 റോളേഴ്സിൻ്റെ അകത്ത് കൂടെ കടന്നു പോകുമ്പോഴത്തേക്കും കടത്തി വിടപ്പോഴേക്കും അതിൻ്റെ തിക്നെസ് കുറയും. അപ്പോൾ അതാണ് റോളിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ തിക്നെസ്സിൻ്റെ ഇത് എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ 2 റോളേഴ്സിൻ്റെ ഗ്യാപ്പ് അതിനെ കൺട്രോൾ ചെയ്യുക. നമുക്ക് ഇതിൻ്റെ തിക്നെസ്സിനെയും കൺട്രോൾ ചെയ്യാം. തമ്മിലുള്ള ഗ്യാപ്പ് കുറയ്ക്കുകയാണെങ്കിൽ ആ ഗ്യാപ്പിൻ്റെ അത് എത്രയാണോ അതായിരിക്കും അതിൻ്റെ തിക്നെസ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ തിക്നെസ് കൂട്ടണമെങ്കിൽ ഈ 2 റോളേഴ്സിൻ്റെ ഗ്യാപ്പ് തമ്മിൽ കൂട്ടിയാൽ മതി. ഇതിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് വരുന്ന ഈ 2 റോളേഴ്സിൽ കൂടെ കറങ്ങി പുറത്തോട്ട് വരുന്ന ആ പാർട്ടിൻ്റെ തിക്നെസ് കൂടുതലായിരിക്കും. അപ്പം ഗ്യാപ്പിനെ കൺട്രോൾ ചെയ്ത് ഗ്യാപ്പിൻ്റെ ഡയമെൻഷൻ നമുക്ക് കൺട്രോൾ ചെയ്ത് ഇതിൻ്റെ തിക്നെസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് റോളിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സ്. അപ്പം വർക്ക് പീസിനെ 2 റോളേഴ്സിൻ്റെ അകത്തൂടെ കടത്തി വിടുമ്പോൾ അതിൻ്റെ തിക്നെസ് റെഡ്യൂസ് ചെയ്യും. അതിനാണ് റോളിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മളിവിടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് 2 റോളേഴ്സിനെയാണ്. 2 റോളേഴ്സ് തന്നെ ആവണമെന്നില്ല. ചിലപ്പം 4 റോളേഴ്സ് കാണാം, ചിലപ്പോൾ അതിൽ കൂടുതൽ റോളേഴ്സ് ഉണ്ടായിരിക്കും. ഒരുപാട് തിക്നെസ് ഒറ്റ പാസിൽ തന്നെ ഒരുപാട് തിക്നെസ് കുറയ്ക്കണമെങ്കിൽ 2 റോളേഴ്സ് ഉപയോഗിച്ചാൽ പോരാ. 2 കൂടുതൽ 4, 6, 8 റോളേഴ്സൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഒറ്റ പാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കടത്തി വിടുന്നത്, അതാണ് ഒറ്റ പാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റ പാസിൽ കുറച്ച് തിക്നെസ് കുറച്ചാൽ മതി എങ്കിൽ 2 റോളേഴ്സിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഈ റോളിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി 2 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം: ഹോട്ട് റോളിങ്ങും കോൾഡ് റോളിങ്ങും. ഈ ഹോട്ട് റോളിംഗ് കോൾഡ് റോളിങ്ങിനെ പറ്റി നിങ്ങൾ കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഹോട്ട് റോളിംഗ്, എന്താണ് കോൾഡ് റോളിംഗ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഹോട്ട് റോളിംഗ് എന്ന് പറഞ്ഞാൽ ഈ വർക്ക് പീസിനെ ചൂടാക്കി ഒരു പ്ലാസ്റ്റിക് സ്റ്റേറ്റിലാണ്. പ്ലാസ്റ്റിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചുട്ട് പഴുത്ത ടെമ്പറേച്ചർ എന്നൊക്കെ പറയുമല്ലോ. അതായത് നല്ല ഇതിനെ ചൂടാക്കി വർക്ക് പീസിനെ ചൂടാക്കി ഒരുമാതിരി ഗോൾഡൻ കളറിലോട്ടാവും, അല്ലെങ്കിൽ റെഡിഷ് ആ ഒരു കളറിലോട്ടാവും. അപ്പോൾ ആ ഒരു സമയത്തുള്ള ആ സ്റ്റേറ്റിനെയാണ് പ്ലാസ്റ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് ലിക്വിഡ് ആവുന്നതിന് മുന്നേ, മെൽറ്റ് ആവുന്നതിന് മുന്നെയാണ് പ്ലാസ്റ്റിക് സ്റ്റേറ്റ് എത്തുന്നത്. അപ്പോൾ ആ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട്, അതായത് വളരെ ഹൈ ടെമ്പറേച്ചറിലോട്ട് ചൂടാക്കിയിട്ട് ശേഷം ഈ റോളേഴ്സിൻ്റെ അകത്തൂടെ കടത്തി വിടുന്ന ആ പ്രോസസ്സിനെയാണ് ഹോട്ട് റോളിംഗ് എന്ന് പറയുന്നത്. അതേസമയം റൂം ടെമ്പറേച്ചറിലാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത് എങ്കിൽ, അതായത് ചൂടാക്കുന്നൊന്നുമില്ല, വർക്ക് പീസിനെ ചൂടാക്കുന്നില്ല, അല്ലാതെ സാധാ ടെമ്പറേച്ചറിലാണ് വർക്ക് പീസിനെ കടത്തി വിടുന്നതെങ്കിൽ അതിനെ കോൾഡ് റോളിംഗ് എന്ന് പറയും. സാധാരണ ഈ സോഫ്റ്റ് മെറ്റൽസിൻ്റെ തിക്നെസ് കുറയ്ക്കാൻ വേണ്ടിയാണ് കോൾഡ് റോളിംഗ് ഉപയോഗിക്കുന്നത്. സോഫ്റ്റ് മെറ്റൽ ആയതുകൊണ്ട് നമ്മൾ അതിനെ ചൂടാക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ റോളേഴ്സിൻ്റെ അകത്തൂടെ കടത്തി വിടുകയാണെങ്കിൽ അതിൻ്റെ തിക്നെസ് കുറഞ്ഞോളും. ഇപ്പോൾ അലുമിനിയം ഒക്കെ വളരെ സോഫ്റ്റ് മെറ്റലാണ്. ഈ അലുമിനിയം ഒന്നും ചൂടാക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ റോളേഴ്സിൻ്റെ അകത്തൂടെ കടത്തി വിട്ടാൽ തന്നെ അതിൻ്റെ തിക്നെസ് കുറഞ്ഞോളും. അപ്പോൾ അത് കോൾഡ് റോളിംഗ് എന്ന് പറയും. പക്ഷേ അതേസമയം വളരെ ഹാർഡായിട്ടുള്ള മെറ്റീരിയലിലുള്ള വർക്ക് പീസാണ് എങ്കിൽ അതിനെ ചൂടാക്കിയതിന് ശേഷം, പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ടൊക്കെ ചൂടാക്കിയതിന് ശേഷമായിരിക്കും ഈ റോളേഴ്സിൻ്റെ അകത്തൂടെ കടത്തി വിടുന്നത്. അല്ലാതെ കോൾഡ് സ്റ്റേറ്റിൽ തന്നെ റൂം ടെമ്പറേച്ചറിൽ തന്നെ അതിനെ കടത്തി വിട്ടാൽ ആ റോളേഴ്സ് തന്നെ സത്യം പറഞ്ഞാൽ റൊട്ടേറ്റ് ആവത്തില്ല. കാരണം അത്രത്തോളം തിക്നെസ് കുറയ്ക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി അതിന് ഉണ്ടാകത്തില്ല. അപ്പം ചൂടാക്കപ്പോഴേക്കും അതൊന്ന് സോഫ്റ്റ് ആവും. അതിനാണ് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കുന്നത്. അങ്ങനെ ചൂടാക്കിയതിന് ശേഷം, പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കിയതിന് ശേഷം ഈ റോളേഴ്സിൻ്റെ അകത്തൂടെ കടത്തി വിടുകയാണെങ്കിൽ അത് വളരെ സിമ്പിളായിട്ട് നൈസായിട്ട് അതിൻ്റെ തിക്നെസ് കുറച്ച് എടുക്കാൻ സാധിക്കും. അപ്പോൾ അതിനാണ് ഹോട്ട് റോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റീരിയലിൻ്റെ ഒക്കെ ബേസ് ചെയ്താണ് ഹോട്ട് റോളിംഗ് വേണോ കോൾഡ് റോളിംഗ് വേണോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഇതാണ് റോളിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ റോളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന് ഞാനിപ്പോൾ ഹോട്ട് റോളിംഗ് എന്നും കോൾഡ് റോളിംഗ് എന്നും പറഞ്ഞു. അത് 2 കാറ്റഗറി ഓഫ് റോളിംഗ് ആണ്. അത് സാധാരണ എക്സാമിന് 10 മാർക്സിനൊന്നും ചോദിക്കത്തില്ല. കാരണം 10 മാർക്സിന് എഴുതാനൊന്നുമില്ലല്ലോ ഹോട്ട് റോളിംഗും കോൾഡ് റോളിംഗ്. അത് മേ ബി 2-3 മാർക്സിനെ ചോദിക്കത്തുള്ളൂ. അല്ലാതെ ഇതിൽ മെയിനായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോളിംഗ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോളിംഗ് മിൽസ് എന്ന പറ്റിയാണ്. അപ്പോൾ അത് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ വീഡിയോ ആനിമേഷൻ ഒന്ന് കാണാം. ഇപ്പം 2 റോളേഴ്സാണുള്ളത്. അതിൻ്റെ അകത്ത് കൂടെ ആ വർക്ക് പീസിനെ കടത്തി വിടുന്നത് അത്രയേ ഉള്ളൂ. കടത്തി വിടുമ്പോഴേക്കും അതിൻ്റെ തിക്നെസ് കുറഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ ഇതാണ് റോളിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ.
ഇത് നോക്കുക ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോളിംഗ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോളിംഗ് മിൽസ് എന്നായിരിക്കും 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യനായി ചോദിക്കുന്നത്. ഈ റോളിംഗ് മിൽസ് എന്ന് പറഞ്ഞാൽ അതാ ഈ റോളേഴ്സിൻ്റെ തന്നെയാണ് റോളിംഗ് മിൽസ് എന്ന് പറയുന്നത്. അതിനെ റോളർ എന്നോ അല്ലെങ്കിൽ റോളിംഗ് മിൽസ് എന്നോ ഒക്കെ ആയിരിക്കും പറയുന്നത്. ആ റോളർ തന്നെയാണ് റോളിംഗ് മിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റോളേഴ്സിൻ്റെ എണ്ണവും അതിൻ്റെ അറേഞ്ച്മെൻറ്റും ഒക്കെ ബേസ് ചെയ്താണ് ഓരോന്നിൻ്റെയും ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എത്ര റോളേഴ്സ് ഉണ്ട്, ആ റോളേഴ്സിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നതിനെയൊക്കെ ബേസ് ചെയ്താണ് ഈ റോളിംഗ് മിൽസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോളിംഗ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോളിംഗ് മിൽസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ആദ്യത്താണ് 2 ഹൈ മില്ല് എന്ന് പറയുന്നത്. 2 ഹൈ മില്ല് എന്ന് പറഞ്ഞാൽ 2 റോളേഴ്സേ കാണും. നമ്മൾ നേരത്തെ ഫിഗറിലും ആനിമേഷനിലും കണ്ടുപോലെ 2 റോളേഴ്സേ കാണത്തുള്ളൂ. ഈ 2 റോളേഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. എന്നാൽ മാത്രമല്ല ഈ വർക്ക് പീസ് ഇവിടെ നിന്ന് ഇപ്പുറത്തോട്ട് എത്തത്തുള്ളൂ. കാരണം ഈ 2 റോളേഴ്സും സെയിം ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ വർക്ക് പീസ് ഇവിടെ നിന്ന് ഇപ്പുറത്തോട്ട് എത്തത്തില്ല. അപ്പോൾ വർക്ക് പീസ് ഇങ്ങനെ കടന്നു പോകണമെങ്കിൽ ഈ റോളേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കണം. ഇത് ആൻറ്റി ക്ലോക്ക് ഡയറക്ഷനിലാണെങ്കിൽ ഇത് ക്ലോക്ക് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണം. അപ്പം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കും 2 റോളേഴ്സും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതിൽ ഒരു റോളിനെ ലോവർ റോൾ എന്നും മുകളിലത്തെ റോളിനെ അപ്പർ റോൾ എന്ന് പറയും. ഇതിൽ മിക്കവാറും ഈ ലോവർ റോൾ എന്ന് പറയുന്ന ഫിക്സഡ് തന്നെയായിരിക്കും. അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യത്തില്ല. അതിൻ്റെ പൊസിഷൻ ഫിക്സഡ് തന്നെയാണ്, ഫിക്സഡ് പോയിൻ്റ് തന്നെയായിരിക്കും. പക്ഷേ അപ്പർ റോളിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ അപ്പർ റോളിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ ഈ ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നത്. ഈ ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്ത് അത് അങ്ങനെയാണ് ഈ വർക്ക് പീസിൻ്റെ ഔട്ട്പുട്ട് പുറത്തോട്ട് വരുന്ന അതിൻ്റെ തിക്നെസ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതും ഈ ഗ്യാപ്പ് അനുസരിച്ചാണ്. അപ്പോൾ ഇവിടെ ലോവർ റോൾ എന്ന് പറയുന്നതിൻ്റെ പൊസിഷൻ ഫിക്സ്ഡ് ആയിരിക്കും. പക്ഷേ അപ്പർ റോൾ നമുക്ക് മുകളിലോട്ടും താഴോട്ടും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഗ്യാപ്പ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 2 റോളേഴ്സ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ അതിനെ 2 ഹൈ മില്ല് എന്ന് പറയും. അതേസമയം 3 റോളേഴ്സ് ഉപയോഗിക്കുന്നുവെങ്കിൽ 3 ഹൈ മില്ല് എന്നായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ 3 ഹൈ മില്ലിൽ ഈ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ 3 റോളേഴ്സ് ഉണ്ടായിരിക്കും. അതിൽ ആദ്യത്തെ റോളറും മൂന്നാമത്തെ റോളറും ഒരേ ഡയറക്ഷനായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം. ഈ നിങ്ങൾ ഫിഗർ വരയ്ക്കുമ്പം ഈ ഡയറക്ഷനും കൂടെ മാർക്ക് ചെയ്യണം. ആദ്യത്തെ റോളറും അവസാനത്തെ റോളർ, അതായത് മൂന്നാമത്തെ ഏറ്റവും താഴത്തെ റോളറും ഒരേ ഡയറക്ഷനായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. പക്ഷേ നടുക്കത്തെ റോളർ ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഇവിടെ നടുക്കത്തെ റോളിൻ്റെ പൊസിഷൻ ഫിക്സ്ഡ് ആയിരിക്കും. അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാനൊക്കത്തില്ല. പക്ഷേ മുകളിലത്തെ റോളിൻ്റെ താഴത്തെ റോളിൻ്റെ പൊസിഷൻ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കും. മുകളിലത്തെ റോള് മുകളിലും താഴോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ താഴത്തെ റോളർ മുകളിലും താഴോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് 3 ഹൈ മിൽ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇവിടെ ആദ്യത്തെ റോളറും മൂന്നാമത്തെ റോളറും ഓപ്പോസിറ്റ് ഡയറക്ഷൻ സെയിം ഡയറക്ഷനായി റൊട്ടേറ്റ് ചെയ്യുന്ന, നടുക്കത്തെ മാത്രം സെയിം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. ഇതിൻ്റെ രീതി എങ്ങനെയെന്ന് പറഞ്ഞാൽ ആദ്യം വർക്ക് പീസിനെ ഈ ആദ്യത്തെ രണ്ടാമത്തെ റോളറിൻ്റെ ഇടയിൽ കൂടെ കടത്തിവിടും. എന്നിട്ട് അതിനുശേഷം ഇത് ഈ രണ്ടാമത്തെ മൂന്നാമത്തെ റോളറിൻ്റെ അകത്തുകൂടെ കടത്തിവിടും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ രീതി. അപ്പം അതായത് ഗ്രാജുവലായിട്ടായിരിക്കും 2 സ്റ്റേജായിട്ടായിരിക്കും അതിൻ്റെ തിക്നെസ് കുറയ്ക്കുന്നത്. ഒറ്റ സ്റ്റേജിൽ തിക്നെസ് കുറയ്ക്കാതെ 2 സ്റ്റേജായിട്ടായിരിക്കും തിക്നെസ് കുറയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ തിക്നെസ് കുറയ്ക്കാനൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ഇതിൻ്റെ ഗ്യാപ്പിനേക്കാളും കുറവായിരിക്കും ഈ 2 റോളേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്നാൽ മാത്രമേ ഇതിൽ കൂടെ കടത്തിവിട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് ഇതിൻ്റെ അകത്തൂടെ കടത്തിവിടുള്ളൂ, എന്നാലേ എഫക്റ്റീവ് ആകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പോയിൻറ്റ്സ് ഈ 3 ഹൈ മില്ലിലുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ രീതി എങ്ങനെയെന്ന് പറഞ്ഞാൽ ആദ്യം ഈ ഒന്നാമത്തെ രണ്ടാമത്തെ റോളറിൻ്റെ ഇടയിൽ കൂടെ ആയിരിക്കും വർക്ക് പീസിനെ കടത്തിവിടുന്നത്. എന്നിട്ട് അതേ വർക്ക് പീസിനെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ രണ്ടാമത്തെ മൂന്നാമത്തെ റോളറിൻ്റെ ഇടയിൽ കൂടെ കടത്തിവിടും. ഈ ആരോയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ വർക്ക് പീസ് ഇങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്, ആ വർക്ക് പീസിനെ തിരിച്ച് ഇങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ 3 ഹൈ മിൽ എന്ന് പറയുന്ന അറേഞ്ച്മെൻറ്റ്. ഈ കാണുന്നതാണ് 4 ഹൈ മിൽ എന്ന അറേഞ്ച്മെൻറ്റ്. ഈ പേര് കാണിക്കും പോലെ തന്നെ 4 റോളേഴ്സ് കാണും. ഈ 4 റോളേഴ്സിനെ വർക്കിംഗ് റോൾ എന്നും ബാക്കപ്പ് റോൾ എന്നും ഒക്കെ അതിന് നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട്. ഈ വർക്കിംഗ് റോൾ എന്ന് പറഞ്ഞാൽ വർക്ക് പീസ് കടത്തിവിടുന്ന ആ 2 റോളേഴ്സിനാണ് വർക്കിംഗ് റോളർ എന്ന് പറയുന്നത്. കാരണം ഈ 2 റോളറിൻ്റെ ഇടയിൽ കൂടെ മാത്രമേ ഈ വർക്ക് പീസിനെ പാസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനെയാണ് വർക്കിംഗ് റോൾ എന്ന് പറയുന്നത്. ഈ വർക്കിംഗ് റോളേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബാക്കപ്പ് റോൾ എന്ന് പറയുന്ന റോളറിനെ കൊടുത്തിട്ടുള്ളത്. ഈ വർക്കിംഗ് റോൾ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഡിഫ്ലക്റ്റ് ആയിപ്പോകും. കാരണം അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ആയിപ്പോയി. ഈ വർക്ക് പീസിനെ കടത്തിവിടും. അപ്പം വളരെ ഹെവി ലോഡൊക്കെ വരികയാണെങ്കിൽ, അതായത് വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് തിക്നെസ് ഒക്കെ കുറയ്ക്കേണ്ട അവസ്ഥ വരുമ്പോൾ ഈ വർക്കിംഗ് റോളർ ചിലപ്പോൾ നേരെ ചൊവ്വേ റൊട്ടേറ്റ് ആയെന്ന് വരത്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ആയിപ്പോയി, ആക്സിഡൻ്റലി ചേഞ്ച് ആയിപ്പോയി എന്നൊക്കെ വരാം. അങ്ങനെ ചേഞ്ച് ആവാതെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫോഴ്സ്, റൊട്ടേറ്റിംഗ് ഫോഴ്സ് കൊടുക്കാനും അതിൻ്റെ പൊസിഷൻ മാറിപ്പോവാതെ ഡിഫ്ലക്ഷൻ ആവാതെ കറക്റ്റ് പൊസിഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയാണ് ഈ ബാക്കപ്പ് റോളർ കൊടുത്തിട്ടുള്ളത്. അതായത് ഈ വർക്കിംഗ് റോളറിന് ഒരു സപ്പോർട്ട് എന്ന നിലയ്ക്കാണ് ഈ ബാക്കപ്പ് റോളർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബാക്കപ്പ് റോളർ ഉള്ളതുകൊണ്ട് ഇത് ഡിഫ്ലക്റ്റ് ആയി പോകത്തില്ല. അതായത് വർക്കിംഗ് റോളറിൻ്റെ പൊസിഷൻ ചേഞ്ച് ആയി പോകത്തില്ല. മാത്രമല്ല വർക്കിംഗ് റോളറിന് കൂടുതൽ ഫോഴ്സ് കൊടുത്ത് റൊട്ടേറ്റ് ചെയ്യാൻ നോക്കും. കാരണം ഇവിടുത്തെ ഈ ബാക്കപ്പ് റോളറും കൂടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റൊട്ടേഷനും കൂടെ ഈ വർക്കിംഗ് റോളർ വരുന്നുണ്ട് കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത്
അതിന് റൊട്ടേറ്റ് ചെയ്യാനും കൂടെ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഹാർഡായിട്ടുള്ള മെറ്റീരിയലിന് തന്നെ തിക്നെസ് കുറയ്ക്കാനായിട്ട് ഈ 4 ഹൈ മില്ലിനൊക്കെ ഉപയോഗിക്കാം. ഈ 2 ഹൈ മില്ലും 3 ഹൈ മില്ലും ഒക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ എഫോർട്ട് കുറഞ്ഞ രീതിയിൽ വളരെ ഹാർഡായിട്ടുള്ള വർക്ക് പീസിൻ്റെ തിക്നെസ് കുറയ്ക്കാനായിട്ട് ഈ 4 ഹൈ മില്ലിന് പറ്റും. കാരണം ഇവിടെ ബാക്കപ്പ് റോളേഴ്സ് ഉണ്ട്, വർക്കിംഗ് റോളേഴ്സിൻ്റെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഫോഴ്സ് കൊടുത്ത് അതിന് റൊട്ടേഷനും കൊടുക്കാൻ സാധിക്കും. മാത്രമല്ല ഈ വർക്കിംഗ് റോളർ ഡിഫ്ലക്റ്റ് ആയി പോവാതെയും അത് ഈ ബാക്കപ്പ് റോളർ നോക്കിക്കോളും. അപ്പം കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ പോലും അതിൻ്റെ തിക്നെസ് ഡ്രാസ്റ്റിക്കായിട്ട് കുറയ്ക്കാനായിട്ട് ഈ 4 ഹൈ മില്ലിന് സാധിക്കും. പിന്നീട് റൊട്ടേഷനും കൂടെ നോക്കുക. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് റോളറും ഈ മൂന്നാമത്തെ റോളറും ഇതിൻ്റെ രണ്ടിൻ്റെയും ഡയറക്ഷൻ, റൊട്ടേഷൻ്റെ ഡയറക്ഷൻ സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ റോളറിൻ്റെയും നാലാമത്തെ റോളറിൻ്റെ റൊട്ടേഷനും സെയിം ആയിരിക്കും. അപ്പോൾ ഇത് തമ്മിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കും. ആദ്യത്തെ റോളറും രണ്ടാമത്തെ റോളറും തമ്മിൽ ഡിഫറെൻറ്റ് ഡയറക്ഷനായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തതും മൂന്നാമത്തതും തമ്മിൽ ഡിഫറെൻറ്റ് ഡയറക്ഷനായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ആദ്യത്തെ റോളറും മൂന്നാമത്തെ റോളറും സെയിം ഡയറക്ഷനിൽ തന്നെയായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ റോളറും നാലാമത്തെ റോളറും സെയിം ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ ആരോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആരോയും കൂടെ നിങ്ങൾ നിർബന്ധമായും വരയ്ക്കുക. അപ്പോൾ ഇതാണ് 2 ഹൈ മിൽ, 3 ഹൈ മിൽ ആൻഡ് 4 ഹൈ മിൽ. പിന്നെ വരുന്നതാണ് ക്ലസ്റ്റർ ഹൈ മിൽ എന്ന് പറയുന്നത്. ഈ ക്ലസ്റ്റർ ഹൈ മിൽ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് റോളർ ഒരു സെറ്റ് ഓഫ് വർക്കിംഗ് റോളർ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ അതിനുള്ള ബാക്കപ്പ് റോളേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബാക്കപ്പ് റോളർ കാണും. ഈ 4 ഹൈ മില്ലാണെങ്കിൽ ഒരു ബാക്കപ്പ് റോളറേ ഉള്ളൂ ഒരു വർക്കിംഗ് റോളറിന്. പക്ഷേ ഇവിടെ രണ്ടോ അതിലധികമോ ബാക്കപ്പ് റോളേഴ്സ് കാണും ഈ ക്ലസ്റ്റർ ഹൈ മില്ലാണെങ്കിൽ. ഇവിടെ ഫിഗറിൽ ആകെ 2 ബാക്കപ്പ് റോളറെ വരച്ചിട്ടുള്ളൂ, ഒരു സൈഡിൽ 2 ബാക്കപ്പ് റോളറെ വരച്ചിട്ടുള്ളൂ. പക്ഷേ റിയാലിറ്റി യഥാർത്ഥത്തിൽ അതായത് ആക്ച്വൽ കണ്ടീഷനിലാണെങ്കിൽ 2 റോളേഴ്സ് ഒന്നും ആയിരിക്കത്തില്ല, മേ ബി 8 or 10 റോളേഴ്സിന് ഒരു സൈഡിൽ തന്നെ കാണും. അപ്പോൾ അത്രയും ബാക്കപ്പ് റോളേഴ്സ് കാണും ഈ വർക്കിംഗ് റോളറിനെ സപ്പോർട്ട് ചെയ്യാൻ. ഈ ക്ലസ്റ്റർ ഹൈ മില്ല് സാധാരണ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ വളരെ തിന്നായിട്ടുള്ള ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാനാണ്. ഈ വർക്ക് പീസ് കടത്തിവിട്ട വർക്ക് പീസിൻ്റെ തിക്നെസ് നല്ലോണം കാണും. ആ വർക്ക് പീസിന് ഡ്രാസ്റ്റിക്കായിട്ട് ഒറ്റയടിക്ക് അതിൻ്റെ തിക്നെസ് കുറച്ച് തിന്നായിട്ടുള്ള ഷീറ്റ് ഔട്ട്പുട്ടായിട്ട് പുറത്തോട്ട് വരുന്ന രീതിയിലായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഈ ക്ലസ്റ്റർ ഹൈ മില്ലൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് വളരെ ഹെവി ഡ്യൂട്ടി പർപ്പസിന് മാത്രമേ ഈ ക്ലസ്റ്റർ ഹൈ മില്ല് ഉപയോഗിക്കത്തുള്ളൂ. അതായത് വർക്ക് പീസിനെ വളരെ ഡ്രാസ്റ്റിക്കായിട്ട് അതിൻ്റെ തിക്നെസ് കുറച്ച് ഒരു തിൻ ഷീറ്റായിട്ട് തന്നെ നമുക്ക് പുറത്തോട്ട് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ക്ലസ്റ്റർ ഹൈ മില്ല് എന്ന് പറയുന്നത്. ഇത് വളരെ ഹെവി ഡ്യൂട്ടി റോളിംഗ് മെത്തേഡാണ്. അപ്പം ഒന്നിൽ കൂടുതൽ ബാക്കപ്പ് റോളേഴ്സ് ഇതിൽ കാണും. ഈ ഫിഗറിൽ ആകെ 2 വരച്ചിട്ടുള്ളൂ, പക്ഷേ 2 അതിലധികമോ ബാക്കപ്പ് റോളേഴ്സ് ഈ ഓരോ വർക്കിംഗ് റോളേഴ്സിനും കൊടുത്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഹെവി ആയിട്ടുള്ള ഡ്രാസ്റ്റിക് ആയിട്ടുള്ള തിക്നെസ് കുറയ്ക്കാനായിട്ട് ഈ ക്ലസ്റ്റർ ഹൈ മിൽ ഉപയോഗിച്ച് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ നമ്മൾ സാധാരണ അങ്ങനെ എഴുതാറില്ല, ഒരുപാട് കോംപ്ലിക്കേറ്റ് ആയി പോകുന്നതുകൊണ്ട് അതിൻ്റെ ഡയറക്ഷൻ, ഈ റോളേഴ്സിൻ്റെ ഡയറക്ഷൻ നമ്മൾ മെൻഷൻ ചെയ്യാറില്ല. അപ്പോൾ ഇതാണ് ക്ലസ്റ്റർ ഹൈ മിൽ എന്ന് പറയുന്ന ടൈപ്പ്. ഇതാണ് സത്യം പറഞ്ഞാൽ എക്സാമിന് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ഇതൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഫിഗറും വരയ്ക്കാം, പോയിൻറ്റ്സും എഴുതാനൊക്കെ. ഓരോന്നിനെ പറ്റിയും 3-4 പോയിൻറ്റ്സ് സിമ്പിളായിട്ട് എഴുതാനുള്ളത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വളരെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോളിംഗ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോളിംഗ് മിൽസ് എന്ന് ചോദിച്ചാൽ ഈ ഒരു ആൻസറാണ് എഴുതേണ്ടത്. ഈ ഒരു ഫിഗർ വരച്ച് ആൻസറാണ് എഴുതേണ്ടത്. ഈ 4 ഫിഗറും വരയ്ക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇനി അടുത്ത ഒരു പോയിൻറ്റും കൂടെ ഉണ്ട്, ഈ ടാൻഡം റോളിംഗ് എന്ന് പറയുന്നത്. ഇതൊരു ഈ കാണുന്ന പോലെ ഒരു അറേഞ്ച്മെൻറ്റാണ് ടാൻഡം റോളിംഗ് എന്ന് പറഞ്ഞാൽ. ഇത് മേ ബി 2-3 മാർക്കിന് ചോദിക്കും. ഈ ടാൻഡം റോളിംഗ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഓരോന്നും 4 ഹൈ മില്ലാണ്. നമ്മൾ ഈ തൊട്ട് നേരത്തെ പഠിച്ചത് ഈ 4 ഹൈ മില്ലാണ് ഇവിടെ ഈ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ 4 ഹൈ മിൽസ് സീരീസ് ആയിട്ട് ഇങ്ങനെ 3-4 അറേഞ്ച് ചെയ്തിരിക്കും. എന്നിട്ട് വർക്ക് പീസ് ഏറ്റവും നല്ല തിക്നെസ് ഉള്ള വർക്ക് പീസ് ആയിരിക്കും കടത്തിവിടുന്നത്. അത് ഓരോ സ്റ്റേജിലുള്ള ഇതിലൂടെ കടത്തിവിടുമ്പോഴും അതിൻ്റെ തിക്നെസ് കുറഞ്ഞ് അവസാനത്തെ റോളേഴ്സിൽ കൂടെ പുറത്തിറങ്ങുമ്പോഴേക്കും വളരെ തിക്നെസ് കുറഞ്ഞ ഒരു ഷീറ്റായിട്ടായിരിക്കും അത് പുറത്ത് വരുന്നത്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ വളരെ തിക്നെസ് കൂടിയ ഒരു വർക്ക് പീസ് ആയിരുന്നു. അത് ഓരോ സെറ്റ് ഓഫ് 4 ഹൈ മില്ലിലൂടെ കയറി ഇറങ്ങുമ്പോഴും അതിൻ്റെ തിക്നെസ് കുറഞ്ഞ് ഏറ്റവും അവസാനം വന്നപ്പോഴേക്കും വളരെ തിക്നെസ് കുറഞ്ഞ ഒരു വർക്ക് പീസായിട്ട് മാറി. അങ്ങനെ ഈ 4 ഹൈ മിൽസ് ഇങ്ങനെ സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഈ വർക്ക് പീസിനെ കടത്തിവിടുന്ന ആ ഒരു രീതിയാണ് ടാൻഡം റോളിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇത് മേ ബി 2-3 മാർക്സിന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഫിഗർ തന്നെയാണ് വരയ്ക്കേണ്ടത്. 4 ഹൈ മിൽസ് ഇങ്ങനെ 3-4 ഇങ്ങനെ സീരീസ് ആയിട്ട് നിങ്ങൾ വരയ്ക്കുക. എന്നിട്ട് ആ ഒരു വർക്ക് പീസും കൂടെ കാണിക്കുക. ഇവിടെ വർക്ക് പീസിന് തിക്നെസ് കൂടുതലായിരിക്കും. ഓരോ സ്റ്റേജിലൂടെ ഓരോ 4 ഹൈ മിൽസിലൂടെ കയറി ഇറങ്ങുമ്പോഴും അതിൻ്റെ തിക്നെസ് കുറഞ്ഞ് വരുന്നതായിട്ട് കാണിക്കുക. അപ്പോൾ ഇതാണ് ടാൻഡം റോളിംഗ് ഓപ്പറേഷൻ. ഇതൊരു അറേഞ്ച്മെൻറ്റാണ്. 4 ഹൈ മിൽസ് ഇങ്ങനെ സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുക. 4-5 4 ഹൈ മിൽസ് ഇങ്ങനെ സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ആ വർക്ക് പീസിനെ കടത്തിവിടുന്ന ആ ഒരു രീതിയാണ് ടാൻഡം റോളിംഗ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ടാൻഡം റോളിംഗ് എന്നൊക്കെ പറയുന്നത്. ഇത് മേ ബി 3-4 മാർക്സിന് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ 1-2 വീഡിയോയും കാണാം. അതായത് 4 ഹൈ മില്ല് ഉപയോഗിച്ചുള്ള ഒരു റോളിംഗ് ഓപ്പറേഷനാണ്. 4 ഹൈ മിൽസ്. അപ്പോൾ 4 റോളേഴ്സ് ഉണ്ടായിരിക്കും, അത്രയേ ഉള്ളൂ.
ഇനി 2 ഹൈ റോളിംഗ് മില്ലിൻ്റെ ഓപ്പറേഷൻ നോക്കുക. രണ്ട് റോളേഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ റൊട്ടേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. വർക്ക് പീസ് ഇങ്ങനെ കടത്തി വിടപ്പോഴേക്കും അതിൻ്റെ തിക്നെസ് കുറയും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. ഇത് 2 ഹൈ മിൽ അല്ലെങ്കിൽ 2 ഹൈ റോളിംഗ് മിൽ എന്ന് പറയുന്ന ടൈപ്പ്. 2 റോളേഴ്സേ കാണത്തുള്ളൂ. മിക്കവാറും താഴത്തെ റോളർ ഫിക്സഡ് ആയിരിക്കും, അതിൻ്റെ പൊസിഷൻ ഫിക്സഡ് ആയിരിക്കും. മുകളിലത്തെ റോളറിന് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്താണ് ഗ്യാപ്പ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് 2 ഹൈ മിൽ എന്ന് പറയുന്നത്. വർക്ക് പീസിൻ്റെ തിക്നെസ് കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് സാധാരണ സോഫ്റ്റ് മെറ്റൽസിനൊക്കെയാണ് 2 ഹൈ മില്ല് ഉപയോഗിക്കുന്നത്. വളരെ ഹാർഡായിട്ടുള്ള മെറ്റൽസാണ് 2 ഹൈ മില്ല് റോളിംഗ് മിൽസ് പോരാ 3 അല്ലെങ്കിൽ 4 ഹൈ മിൽസൊക്കെ ഉപയോഗിച്ച് വളരെ ഹാർഡ്നെസ് കൂടിയ മെറ്റീരിയൽസിൻ്റെ തിക്നെസ് കുറയ്ക്കാൻ പറ്റും. ഇതാ 4 ഹൈ മില്ലാണ്. ഇത് കാണിച്ചിരിക്കും പോലെ 4 റോളേഴ്സ് കാണും. ഈ 2 എണ്ണമാണ് വർക്കിംഗ് റോളേഴ്സ്. അതിൻ്റെ സപ്പോർട്ട് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകാതിരിക്കാനും കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് റൊട്ടേറ്റിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാനും വേണ്ടി ബാക്കപ്പ് റോളേഴ്സ് 2 വർക്കിംഗ് റോളേഴ്സിനും കൊടുത്തിട്ടുണ്ട്. ഇതായതുകൊണ്ട് നമുക്ക് കൂടുതൽ തിക്നെസ് ഡ്രാസ്റ്റിക്കായിട്ട് തിക്നെസ് കുറയ്ക്കാനൊക്കെ വളരെ ഹാർഡായിട്ടുള്ള മെറ്റീരിയലിൻ്റെ വർക്ക് പീസിൻ്റെ തിക്നെസ് നമുക്ക് ഒറ്റ സ്റ്റേജിൽ തന്നെ ഒറ്റ പാസിൽ തന്നെ കുറയ്ക്കാനായിട്ട് സാധിക്കും. കുറച്ചും കൂടെ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് ഈ 4 ഹൈ റോളിംഗ് മില്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റോളിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. എക്സാമിന് ഞാൻ ഈ കാണിച്ച പോലത്തെ 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കത്തുള്ളൂ. അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ച് എഴുതാനോ ആയിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് റോളിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു ഓപ്പറേഷൻ പഠിക്കാം. ഫോർജിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.